നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്തൊരു കാര്യമാണ്. ആ കാര്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവിടെയാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന അവസ്ഥ വന്നു. അവിടെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്, അതായത് ടോളറൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാര്യത്തെ ടോളറൻസാക്കി മാറ്റാൻ കഴിഞ്ഞാൽ, സഹിഷ്ണുതയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഒരാൾ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരാളാണ് നമുക്കറിയാം. ആ പ്രയാസപ്പെടുന്ന ആളിൽ നിന്നാണ് നമ്മളൊരു പ്രതികരണം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? അത് നമുക്കറിയാം, പ്രയാസപ്പെടുന്നതാണ്, വിട്ടുകളയാം എന്ന് വിചാരിക്കും. ഇതുപോലെ നമ്മളോടുണ്ടാവുന്ന ഓരോ കാര്യങ്ങളെയും ഇങ്ങനെ നമുക്കൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിയാണ് കാര്യങ്ങളെ മാനേജ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഇമോഷൻ കൊണ്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ആ സാഹചര്യമാണ് അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിച്ചത്. അല്ലാതെ എന്നോടുള്ള ദേഷ്യമല്ല എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കതിനെ ടോളറൻസിലേക്ക് മാറ്റാൻ